ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതുപോലുള്ള കുറച്ച് ലിക്വിഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് ഡിഷ് വാഷ് ലിക്വിഡാണ്. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ ഇത് നമ്മളെല്ലാ മാസവും വീട്ടിലോട്ട് വേണ്ടിയിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം മെനക്കെട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കിറ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഫസ്റ്റ് മാറ്റിയ പോലത്തെ ഒരു ലിക്വിഡ് ബ്ലാക്ക് കളറിലുള്ള കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒരു കവർ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഒരെണ്ണവും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നല്ല പൗഡറായിട്ട് ഫൈൻ പൗഡർ പോലത്തെ ഒരെണ്ണവും കൂടി ഉണ്ടാവും കേട്ടോ. ഇതുപോലുള്ള 2 കവറുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ എസൻസും കളറും കൂടി ഉണ്ടാവും. ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതൊരു 2.25 ലിറ്ററോളം വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 2 ബക്കറ്റ്, പഴയ ബക്കറ്റ് എടുക്കണതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഉള്ളതിൽ പഴയ ബക്കറ്റ് നോക്കി എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് 2ലും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഉള്ളതും ആ പൗഡർ ടൈപ്പ് ഉള്ളതുണ്ടല്ലോ, ഇത് രണ്ടും നമ്മൾ ഈ ഓരോ ബക്കറ്റിലായിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരെണ്ണം. അത് കണ്ടില്ലേ, ക്രിസ്റ്റൽ ടൈപ്പായിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഒരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭം കിട്ടൂലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാനിതിപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് നമ്മൾക്ക് മെഴുക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2ാമതും ഇതുപോലെ തന്നെ വാങ്ങിച്ചത് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇതുപോലെ പാലിൻ്റെ കളർ പോലെയാവും. ഇതിൻ്റെ അകത്ത് ആ കരട് കാണുന്നത് ആ കോലിൽ ഉണ്ടായിരുന്ന കരടാണ് കേട്ടോ. അതിൻ്റെ എന്തോ ഒടിഞ്ഞ് വീണേക്കണത് അങ്ങനെ എന്തോ ആണ്. ഇത് ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല വെള്ളം പോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ക്രിസ്റ്റലൊക്കെ ഒന്ന് അതിൻ്റെ അകത്തൊന്ന് അലിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടുത്ത പൗഡർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടുത്ത ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യണ സമയത്ത് നമ്മളുടെ മുഖമൊക്കെ ഒന്ന് ശരിക്കും മാറ്റി വെച്ചിട്ട് തന്നെ ചെയ്യണം. നമ്മളതിൻ്റെ അകത്തോട്ട് തല അങ്ങനെ കാട്ടിക്കൊണ്ടും ചെയ്യരുത് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും ഇത് കെമിക്കൽസാണ്. അപ്പോൾ അതിൻ്റേതായ ശ്രദ്ധയോടുകൂടി തന്നെ എല്ലാവരും ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും 1 മണിക്കൂറോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കുന്ന സമയത്ത് മക്കളുടെ കണ്ണിൽ പെടാത്ത സ്ഥലത്തൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റോടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൊരു 3 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പെയിൻറ്റിൻ്റെ പാട്ടയാണ് കേട്ടോ. ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ തന്നെ മതിയാകും ഇതിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളമൊക്കെ ആയി. ഇനിയിപ്പോൾ അതുകൂടെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ബക്കറ്റിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കരട് മാത്രം മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിതിൽ ആ ബ്ലാക്ക് കളറിലുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോല് കുറച്ച് നീളമുള്ള കോല് എടുക്കണം കേട്ടോ. നീളം കുറഞ്ഞ കോല് എടുക്കരുത്. അതുമാത്രമല്ല ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖം മാറ്റി വെക്കാൻ വേണം. അപ്പോൾ നമുക്കിത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ പതയൊക്കെ വരും. നമുക്കിതിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കൂടാണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. ലൈക്കും കമൻറ്റും എല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്തോട്ടുള്ള എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചേർത്താലും നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം അടുത്തത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറും ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമുക്കിത് ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. അപ്പം നമ്മൾ ഈ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് പുറത്തുനിന്നൊന്നും പോയി വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ. ഞാനിത് ആദ്യം വാങ്ങിക്കുന്ന സമയത്ത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ വില 130 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ 130 ആയിരുന്നു കേട്ടോ.
അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം മുഴുവനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പതെല്ലാവരും പോയിട്ടുണ്ടാവും കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കിനും. അപ്പോൾ നമ്മൾക്ക് പിറ്റേ ദിവസം എടുത്തിട്ട് അത് നമുക്ക് ബോട്ടിലോട്ടായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് ലിക്വിഡ് എല്ലാനും ബോട്ടിലുകളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ലിക്വിഡ് ഉണ്ട് കേട്ടോ. അതിലൊരു ബോട്ടിൽ ഞാൻ ആ ഒരു പാത്രം കഴുകി എടുത്തതാണ്. അപ്പോൾ അതെല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത്രത്തോളം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലിക്വിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നാൾ നമുക്കിത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ. അസ്സലാമു അലൈക്കും.